ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായും ദൈവം തൻ്റെ ദയയാൽ നമ്മെ തൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നതോർത്ത് നന്ദിയോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് അരുളി ചെയ്തവനായ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി നാം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതെ, മരിച്ച് ഉയിർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തെ ലോകമെങ്ങും ഓർമ്മിക്കുന്ന ദിനമാണിന്ന്. ഒരു ദുഃഖവെള്ളിയാഴ്ച, പീഡനവും മരണവും, അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഉയിർപ്പിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സുദിനം. യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു 30 വെള്ളിക്കാശിന്. കർത്താവായ യേശു ക്രിസ്തുവാണോ 30 വെള്ളിക്കാശാണോ വലുത് എന്ന ചോദ്യത്തിന് മുമ്പാകെ യൂദാസിന് 30 വെള്ളിക്കാശ് വലുതായിരുന്നു. പീഡനം സഹിച്ചുള്ള മരണം പിതാവായ ദൈവത്തിന് വേണ്ടി സഹിക്കണമോ, അതോ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമോ എന്ന് ചിന്തിക്കുവാൻ കർത്താവ് നിന്നില്ല. പിതാവേ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശ് യൂദാസിന് ശാപവും മരണവും വരുത്തി. ആ വെള്ളിക്കാശ് സന്തോഷവും അനുഗ്രഹവും കൊണ്ടുവന്നില്ല. എന്നാൽ പിതാവായ ദൈവത്തിനായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിനായി, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി പീഡനം സഹിച്ചപ്പോൾ, കാൽവറി ക്രൂശിലെ മരണം ഏറ്റുവാങ്ങിയപ്പോൾ, കർത്താവായ ദൈവം പാതാളത്തെയും മരണത്തെയും ജയിച്ചു. ഉയിർത്തെഴുന്നേറ്റ് വന്നു. ആ ദിവസമാണ് ഇന്ന് ലോകം ആചരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ ഒറ്റിക്കൊടുക്കണമോ, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കണമോ, അതുകൊണ്ട് കിട്ടുന്ന കാശ് നമുക്ക് വാങ്ങി സന്തോഷിക്കാമോ എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ വരുന്ന മരണവും ശാപവും നിങ്ങൾ മറക്കരുത്. എന്നാൽ ക്രിസ്തുവിനായി അധ്വാനിച്ചാൽ, ദൈവത്തിനായി ജീവിച്ചാൽ, സുവിശേഷത്തിനായി ത്യാഗം സഹിച്ചാൽ, നമ്മുടെ കർത്താവിനായി കഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയാൽ, മരണത്തിൽ നിന്ന് നിത്യജീവൻ എന്ന ജയം നാം നേടും. മരണവും ശാപവുമാണോ നമുക്ക് വേണ്ടത്, അതോ കർത്താവിനായി നിന്നുകൊണ്ടുള്ള നിത്യജീവനും ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹവുമാണോ വേണ്ടത്? നമുക്ക് മുമ്പിൽ എപ്പോഴും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം വച്ചിട്ടുണ്ട് കർത്താവ്. നിങ്ങൾ യൂദാസിൻ്റെ പാതയിലാണോ, അതോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കഷ്ടം സഹിച്ച് ജയിച്ചവനായ നമ്മുടെ കർത്താവിനൊപ്പമാണോ? അതെ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നാം
ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട നാം എപ്പോഴും ഓർക്കണം, ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് പുറകെ ഉയിർപ്പിൻ്റെ ഞായർ കടന്നു വരുമെന്ന്. നീ കർത്താവിനായി കഷ്ടം സഹിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും എന്ന്. എന്നാൽ കർത്താവിന് വിരോധമായി പ്രവർത്തിച്ചാലോ? യൂദാസിനെ തേടിച്ചെന്ന് ശാപവും മരണവും നിന്റെ പുറകിൽ ഉണ്ട് എന്ന്. ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പാപത്തെ ജയിക്കുന്നവരായി, തെറ്റുകളെ ജയിക്കുന്നവരായി, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കാത്തവരായി, നമ്മുടെ കർത്താവിനായി മരിക്കേണ്ടി വന്നാലും നിൽക്കുന്നവരായി തീരേണ്ടതിനായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ജീവനോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. പാപത്തെ ജയിച്ചവർ, ദൈവത്തിന് വിരോധമായി പാപം ഇല്ലാത്തവർ, ഉത്സാഹത്തോടെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഘോഷം മുഴങ്ങുമല്ലോ. Glory to God, hallelujah. Glory to Jesus Christ, hallelujah. Praise the Lord. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. മരണത്തിൽ നിന്ന് നിത്യജീവങ്കലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ കാൽവറിയിലെ ക്രൂശിന്മേൽ മരണം വരിച്ചവനായി ഞങ്ങളുടെ കർത്താവിനെ നന്ദിയോടെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. Glory to God, hallelujah, praise the Lord. പാടുവിൻ സോദരരേ, നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാ. ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനീശു മഹേശ്വര
ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തിൻ, വരുന്നിതാ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തിൻ, വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളീശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ Glory to God. Hallelujah. 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 നന്ദിയോടെ ഞങ്ങൾ ഇതിനെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്നവനായ ഞങ്ങളുടെ പിതാവിനെ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവിനെ നന്ദിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God. Hallelujah. Praise the Lord. Hallelujah. 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായ ഞങ്ങളുടെ കർത്താവിനെ നന്ദിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു. കാൽവറിയിലെ മരണത്താൽ ഞങ്ങളെ നിത്യജീവനാവകാശികളാക്കി മാറ്റിയവനായ കർത്താവിനെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to Master. Glory to God. Hallelujah. Hallelujah.
കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലൂതകത്തതിനാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലൂതകത്തതിനാ. ഇനി തെല്ലും ഭയമന്യേ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ല നിത്യവാസമന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി പിന്നില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളും എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. Glory to Master, hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു പിതാവേ. ഞങ്ങളുടെ പിതാവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാകയാൽ, ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാകയാൽ ഞങ്ങൾ ഒന്നിനും ഭയമില്ലാതെ ഞങ്ങളുടെ ദൈവത്തെ സേവിക്കുന്നു. ഞങ്ങൾ ഒന്നിനും ഭയപ്പെടാതെ ഞങ്ങളുടെ കർത്താവിനായി നിൽക്കുന്നു. നന്ദിയോട് ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Glory to Master, hallelujah. Glory to God, glory to Master, hallelujah. Praise the Lord. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഈ സുദിനത്തിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ അത്യന്ത ശക്തി ഒരിക്കൽ കൂടെ ഞങ്ങളെ നിറയ്ക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനാൽ, കർത്താവിൻ്റെ ശക്തി പിന്നെയും ഞങ്ങളെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിലനിർത്തുന്നതിനാൽ നന്ദിയോട് ഞങ്ങളെന്ന് മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Praise the Lord. Hallelujah. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം വാക്യം 4. വിശുദ്ധ ലിഖിതങ്ങൾക്കനുസൃതമായി 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി അവൻ ഉയർപ്പിക്കപ്പെട്ടു. യേശു ഉയർത്തുവന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ നേരത്തെ എഴുതിയിരുന്നു,
കർത്താവായ യേശു തന്നെ പറഞ്ഞു, എന്നെ അടക്കം ചെയ്യും, എന്നാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തു വരും. ഇതേ വാക്യങ്ങൾ പഴയ ഏർപ്പാട്ട് പുസ്തകത്തിലും പഴയ നിയമ പുസ്തകത്തിലും അനേക ഭാഗങ്ങളിൽ യേശുവിൻ്റെ കുരിശുമരണവും പീഡാനുഭവങ്ങളും യേശുവിൻ്റെ കല്ലറയും യേശു 3-ാം ദിവസം ഉയർത്തു വരുമെന്നുള്ള കാര്യങ്ങളും ഒക്കെ പഴയ നിയമ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് പ്രവാചകന്മാർ. പഴയ പ്രവചന പുസ്തകങ്ങളിലും എഴുതപ്പെട്ടതനുസരിച്ച് കർത്താവായ യേശു ഉയർത്തു വന്നു. യേശു ആരെന്ന സത്യം അറിയാത്തവരാണ് ഏകദേശം 90% ക്രിസ്ത്യാനികൾ. 90%ത്തിനും യേശു ആരെന്നറിയില്ല. യേശു എന്തിനു ജനിച്ചു? ഒരു ദൈവം ഈ ഭൂമിയിൽ എന്തിനായി ജനിച്ചു? ഒരുത്തനും ചിന്തിക്കുന്നില്ല. ഒരു ദൈവം ഈ ഭൂമിയിൽ ജനിക്കുവാൻ മറിയത്തിനെ ദൈവം ഒരു പാത്രമായി ആവിഷ്കരിച്ചു. മറിയം വഴി യേശു മനുഷ്യനായി പിറന്നു. ദൈവത്തിൻ്റെ സ്ഥാനം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നമ്മെപ്പോലെ കേവലം ഒരു മനുഷ്യജീവിയായി ഈ ലോകത്ത് മറിയത്തിൻ്റെ വയറ്റിൽ വന്ന് പിറന്നു. ഈ സത്യം എത്ര ക്രിസ്ത്യാനികൾക്കറിയാം? പക്ഷേ ഈ യേശു ആരെന്നറിയുന്നവർ ഇവിടെയുണ്ട്. സത്യക്രിസ്ത്യാനികൾ യേശു ഉയർത്തു വന്നതിൽ അഭിമാനിക്കുകയും ആ യേശുവിൻ്റെ ഉയിർപ്പ് നമ്മുടെ ഉയിർപ്പായി കണക്കാക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ആരാണോ അവരാണ് രക്ഷിക്കപ്പെട്ടവർ. അവരാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവർ. സത്യത്തിൽ രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതൊരു സുദിനമാണ്. യേശു ഉയർത്തു വന്നത് ഒരു സുദിനമാണ്. യേശു ഉയർത്തു വന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. യേശു ഉയർത്തു വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യാശ നിറഞ്ഞ ജീവിതമില്ലാതെ പോകുമായിരുന്നു. എത്ര പേർക്ക് പിടികിട്ടുമോ എനിക്കറിയില്ല. അപ്പോൾ യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ഉയിർപ്പുമാണ് നമുക്ക് പ്രത്യാശ. യേശു ഉയർത്തു വന്നു. യേശുവിൻ്റെ ഉയർപ്പ്, യേശു ജീവനോടിരിക്കുന്ന നാളുകളിൽ യേശു ചിലരെ ഉയർപ്പിച്ചു. ചിലരെ യേശു ഉയർത്തു വന്നു. ലാസർ മരിച്ചുപോയി. മരിച്ചുപോയ ലാസറിനെ 4-ാം ദിവസം യേശു ഉയർപ്പിച്ചു. കല്ലറയിൽ നിന്നും ലാസർ എണീറ്റ് വന്നു. യേശു ക്രിസ്തു ഉയർപ്പിച്ചതാണ്. അതുപോലെ വിധവയുടെ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ വിധവയുടെ മകൻ മരിച്ചുപോയി. ആ വിധവയ്ക്ക് ആരുമില്ല, ആ ഒരൊറ്റ മകനേ ഉള്ളൂ. അവൻ യൗവനത്തിൽ മരിച്ചുപോയി. ഒരു സുപ്രഭാതത്തിൽ അവൻ മരിച്ചുപോയി. യേശു നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മൃതദേഹം ഒരു പാടയിൽ വെച്ച് കുറേ ആൾക്കാരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അടക്കം ചെയ്യുവാൻ.
യേശുവിനെ കണ്ടപ്പോൾ ആ വിധവ കരഞ്ഞ് നിലവിളിച്ചു, എൻ്റെ മകനെ ഉയർപ്പിക്കണമേ എന്ന്. കാരണം ആ വിധവയ്ക്കറിയാമായിരുന്നു, യേശു വിചാരിച്ചാൽ എൻ്റെ മകൻ ഉയർത്തു വരും, അതിൽ സംശയമില്ല എന്ന് ആ സ്ത്രീ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ മകനെ ഉയർപ്പിക്കണമേ എന്ന്. യേശു ആ മൃതദേഹത്തിൻ്റെ അരികിൽ വന്ന് പാടയിൽ പതുക്കെ ഇങ്ങനെ തൊട്ട ഉടൻ ഇങ്ങനെ കിടക്കയിൽ കിടന്ന ആ വിധവയുടെ മകൻ പെട്ടെന്ന് എണീറ്റു. അവൻ ഉയർത്തു വന്നു. ജെറൂസ് എന്നൊരുവനുണ്ടായിരുന്നു. അവൻ 100 പേരിൽ ഒരുവനായിരുന്നു. 100 പേർ കൊണ്ട പട്ടാളത്തിൻ്റെ തലവനായിരുന്നു ആ ജെറൂസ് എന്നുള്ളത്. അവനൊറ്റ മകൾ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി. കൊച്ചുമകളാണ്. ജെറൂസിനോട് ചെന്ന് പറഞ്ഞു, യേശുവിനോട് ചെന്ന് പറഞ്ഞു, ഈ 100 തലവനായ പട്ടാള തലവനായ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ചെന്ന് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചുപോയി, യേശുവേ നീ ഉയർപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു. യേശു ആ 100-ലൊരുവൻ്റെ മകളെ ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരതാണ് ഉയർപ്പും. ഞാനാകുന്നു ജീവനും നിത്യജീവനും, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, നിത്യജീവൻ ഞാനാണ്, ഉയിർപ്പ് ഞാനാണ്. ആ പറഞ്ഞ യേശു ഇതൊക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവർ. അങ്ങേറ്റം പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യവതിയും ഭാഗ്യവാനുമാണ് യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവർ. രക്ഷ എന്നുള്ളത് നിനക്കറിയില്ല, അനേകർക്കറിയില്ല. ആ രക്ഷ നൽകാനാണ് യേശു വന്നതും കുരിശ് ചുമന്നതും നമുക്കായി മരിച്ചതും 3-ാം ദിവസം ഉയർത്തു വന്നതും. ആ രക്ഷ നമുക്ക് നൽകാനും അതുവഴി നമ്മെ സ്വർഗത്തു കൂട്ടിക്കൊണ്ടുപോകുവാനുമാണ് യേശു വന്നത്. ഇത് എത്ര ക്രിസ്ത്യാനികൾക്കറിയാം? ആർക്കും സത്യമറിയില്ല. ചടങ്ങുകളും ആചാരങ്ങളും വേദോപദേശങ്ങളും ഒക്കെയായി ചടങ്ങുകളോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ജനത്തിനൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ മക്കളായി കാണപ്പെടുവാനുള്ള ഭാഗ്യമുള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. എവിടെ? ഇവിടെ, ഈ ഇടപ്പാടിൽ. എന്നാൽ ആർക്ക് വേണം? ഒരുത്തനും വേണ്ട. പിന്നെ മീൻ കിട്ടാനും പണം കിട്ടാനും കല്യാണം നടക്കാനും പിള്ളേർക്ക് ജോലി കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാനും കടം തീരാനും ഒക്കെ ആയിട്ട് ആളുകളുണ്ട്, കുറേ പേര് അതിനു വേണ്ടി മാത്രം വരുന്നവർ. അല്ലാതെ ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവരാജ്യത്തിലെ പങ്കാളിയായി മാറുവാനും മരിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ നേരെ ഇരുന്ന് യേശുവിൻ്റെ കണ്ണുകൾ നോക്കി യേശുവിനോട് സംസാരിക്കാനുമാണ് യേശു നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഇവിടെ യേശു ഞാനാണ് നിത്യജീവനും ഉയർപ്പും എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഭയപ്പെടേണ്ട, യേശു പറയുന്നു, ഭയപ്പെടേണ്ട.
ഞാനാകുന്നു ആദിയും അന്ത്യവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചു, എന്നെ യഹൂദന്മാർ കൊന്നു, ഞാൻ മരിച്ചുപോയി. യേശു പറയുന്നു, എന്നെ യഹൂദന്മാർ കൊന്നുകളഞ്ഞു, കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞു, ഞാൻ മരിച്ചുപോയി. യേശു പറയുന്നു, വായിക്കേ, എങ്കിലും എന്നേക്കും ജീവിച്ചിരിക്കുന്നത് കണ്ടാലും, ഹല്ലേലൂയ, മരിച്ച ഞാൻ ഇപ്പോഴും എന്നേക്കുമായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അതാണ് യേശു. യേശു മരിച്ചുപോയി, എന്നാൽ ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഉയർപ്പിച്ചവർ ലാസറിനെ ഉയർപ്പിച്ചു. കുറേ ദിവസം അവൻ ഈ ലോകത്ത് ജീവിച്ചു, പിന്നെ അവൻ വീണ്ടും മരിച്ചുപോയി. വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ചു. കുറേ കാലം ഈ ഭൂമിയിൽ താമസിച്ചു, പിന്നെ വീണ്ടും ആ മകൻ മരിച്ചുപോയി. വിധവയുടെ മകൻ മരിച്ചുപോയി. ജെറൂസിൻ്റെ മകൾ, അവളെ യേശു ഉയർപ്പിച്ചു. കുറേ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, ഒരു സുപ്രഭാതത്തിൽ ചത്തുപോയി. എന്നാൽ യേശു മരിച്ചു, മരിച്ച യേശു ഉയർത്തു വന്നവൻ ഇപ്പോഴും എന്നേക്കുമായി ഇപ്പോഴും ജീവിക്കുന്നു. ഇപ്പോഴും ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ഈ സത്യം മനസ്സിലാക്കണം. ഇപ്പോഴും ജീവിക്കുന്നു, മരിച്ചവൻ ജീവിക്കുന്നു. ലോകത്ത് മരിച്ചുപോയവർ ആരും ജീവിച്ചിട്ടില്ല നിത്യമായി, ഇതെന്നേക്കുമായി. ഇനി ഈ കാലം എത്ര കോടി വർഷങ്ങളിരുന്നാലും അത്ര കോടി വർഷങ്ങൾ വരെ ജീവനോടെ നമ്മോടൊത്ത് കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു യേശു ക്രിസ്തു നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്യം. വീണ്ടും വചനം പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. യേശു പറയുന്നു, മരണം, നിത്യ മരണം, ഒരുവൻ്റെ നാശം, ആ നിത്യ നരകത്തേക്ക് ഒരുവനെ അയക്കുവാനും ഒരുവനെ പാതാളത്തിലേക്ക് എടുത്തെറിയുവാനുമുള്ള അധികാരം യേശു ക്രിസ്തുവിനുണ്ട്. നമ്മെ രക്ഷിക്കുന്നവൻ ശിക്ഷിക്കുന്നവനും കൂടിയാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. നീ വിചാരിക്കും, പണ്ട് ഇരുന്നു കൊടുത്തല്ലോ ധ്യാനത്തിന്, രക്ഷിക്കപ്പെട്ടല്ലോ അന്ന്, ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടല്ലോ, ഇപ്പോഴും ഇടപാടിലേക്ക് വരുന്നുണ്ടല്ലോ, മീൻ കിട്ടാനും പണം കിട്ടാനും. അന്ന് രക്ഷിക്കപ്പെട്ടല്ലോ, അതിപ്പോഴും ഉണ്ട്, നമുക്കും സ്വർഗത്ത് പോകാം. പോകത്തില്ല, നീ പോകത്തില്ല. യേശുവിനെ നിഷേധിച്ചവർക്ക് ഇനി ജീവിതമില്ല. എവിടെ ജീവിതം? നിത്യമരണമായിരിക്കും. അതല്ലെങ്കിൽ എന്തായിരിക്കും? പാതാളത്തിലായിരിക്കും നിന്റെ അവസ്ഥ. യേശുവിൽ നിന്നും രക്ഷയും അഭിഷേകവും എല്ലാം സ്വീകരിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ അഭിനയിച്ച് ആരാധനയ്ക്ക് വന്ന് ആരാധിക്കുന്നത് പോലെ കാണപ്പെടുകയും സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന അപേക്ഷകൾ അങ്ങ് പരത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് എണീറ്റു പോകുന്ന നിനക്കെവിടെ സ്വർഗം? നിന്റെ അഭിനയം നിന്റെ പക്കലേ കാണത്തുള്ളൂ. ദൈവത്തിനറിയാം നീ ആരാണെന്ന്, നിന്റെ പ്രവൃത്തികൾ എന്താണെന്ന്, നിന്റെ കള്ളത്തരം എന്താണെന്ന്, നീ ദൈവത്തെ പറ്റിക്കാൻ നോക്കുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം. മരിച്ചു എങ്കിലും ഞാൻ ഇപ്പോഴും
ജീവിക്കുന്നു എന്ന് പറയുന്ന യേശുവിൻ്റെ പൊന്നുമക്കളായി കാണപ്പെടുന്നവർ ഇവിടെ എത്ര പേരുണ്ടോ അവർക്കാണ് സ്വർഗം. അല്ലാതെ സ്വർഗം കളിയല്ല, വിളയാട്ടല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഉള്ളവനാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 3-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഈ ക്രിസ്തു, യേശു ക്രിസ്തു മരിച്ചു 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്നല്ലോ. കല്ലറയ്ക്കകത്തിരുന്നിട്ട് യേശു ക്രിസ്തു ഈ 3 ദിവസവും എന്തു ചെയ്യുകയായിരുന്നു? മരിച്ചു, അടക്കം ചെയ്തു. അടക്കം ചെയ്ത യേശു 3 ദിവസം കല്ലറയിൽ നിന്നും പുറത്തു വന്ന ചരിത്രം നാം കേട്ടിട്ടില്ല, ബൈബിളിലുമില്ല. ഈ 3 ദിവസവും ഈ യേശു ക്രിസ്തു എവിടെയായിരുന്നു? വായിക്കേ. ക്രിസ്തു തന്നെയും എല്ലാവരുടെയും പാപങ്ങൾക്കായി നീതി കെട്ടവനു വേണ്ടി നീതിമാനായി ഒരിക്കൽ മരിച്ചുപോയി. ശാരീരികമായി മരിച്ച ആത്മാവിൽ ജീവൻ പ്രാപിച്ചു. നമ്മെ ദൈവത്തിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആത്മാവിൽ അവൻ ചെന്ന് തടവറയിലെ ആത്മാക്കളോട് പ്രസംഗിച്ചു. തടവറയിൽ കാണപ്പെട്ട, പാതാളത്തിൽ അടച്ചു വച്ചിരുന്ന ജനങ്ങളോട്, ആ ആത്മാക്കളോട് ഈ 3 ദിവസവും പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എവിടെയായിരുന്നു? തടവറയിലെ ഈ മരിച്ചുപോയ ആത്മാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം മൂലം മരിച്ചുപോയ ആത്മാക്കൾ തടവറയിലായിരുന്നു, പാതാളത്തിലായിരുന്നു. അവർ അറിയാതെ തെറ്റ് ചെയ്തു പോയി. അവരുടെ ഇടയിൽ ഈ യേശു കടന്നു ചെന്ന് സുവിശേഷം പറയുകയായിരുന്നു ഈ 3 ദിവസം. എന്തിനായിട്ട്? നീ മരിച്ചാൽ, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഒരു ദിവസം ചത്തുപോകും. നിന്നെ എല്ലാവരും പിടിച്ചു കെട്ടി അടക്കം ചെയ്യും. ചടങ്ങുകൾ നടക്കും. 8 പൂജ, 9 പൂജ, 12 പൂജ, 18 പൂജ, 30 പൂജ, ആണ്ടിനൊരു പൂജ. ഇങ്ങനെ പൂജകൾ നടത്തി ചടങ്ങുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ എന്തെങ്കിലും മാറ്റം നിനക്കുണ്ടാകുമോ? ഇല്ല. മരിച്ചവന് ഒരു ഗുണവുമില്ല. ജീവനോടിരിക്കുമ്പോൾ നീ ദൈവത്തെ തേടുന്നില്ല എങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ എത്ര ലക്ഷങ്ങളോ കോടികളോ രൂപ ചെലവാക്കി നീ അതിനായി എന്തൊക്കെ കാര്യങ്ങൾ, ചടങ്ങുകൾ നീ ചെയ്താലും ഒരു നയാ പൈസയുടെ പ്രയോജനം നിനക്ക് കിട്ടില്ല. എടാ, ജീവനോടിരിക്കുന്നവന് മാത്രമേ യേശു, ചത്തവന് യേശു ഇല്ല. ആത്മാവിൽ ചത്തവന് യേശു ഇല്ല. ആത്മാവിൽ ജീവിക്കുന്നവന് മാത്രമേ യേശു ഉള്ളൂ. അപ്പോൾ നാമൊക്കെ ആരാണ്? ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ആത്മാവിൽ ജീവിക്കുന്നവരായ നമ്മെ യേശു ഒരു ദിവസം ഉയർപ്പിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആൾക്കാരെ
യേശു ഒരു ദിവസം ഉയർപ്പിക്കും. നാമൊക്കെ ഉയർത്തുവരും. മരിച്ചാലും കല്ലറ പിളർന്ന് ആ കല്ലറയിൽ നിന്നും നമ്മെ യേശു തൂക്കിയെടുക്കും. ആരെ തൂക്കിയെടുക്കും? ധ്യാനത്തിലിരുന്ന് രക്ഷിക്കപ്പെട്ടില്ലയോ അവരെ. ധ്യാനത്തിലിരുന്ന് രക്ഷയും അഭിഷേകവും സ്വീകരിച്ചില്ലയോ അവരെ തൂക്കിയെടുക്കും. അപ്പോൾ ധ്യാനത്തിൽ ഇരുന്നു കൊടുത്തത് കൊണ്ട് അങ്ങനെ തൂക്കിയെടുക്കുമോ? ഇല്ല, എടുക്കില്ല. ധ്യാനത്തിലിരുന്ന നീ ആ ധ്യാനത്തിൽ ഉറച്ചു നിൽക്കുകയും നിനക്ക് കിട്ടിയ രക്ഷയിൽ നീ പിടിച്ചു നിൽക്കുകയും നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നീ നിലയായി നിൽക്കുകയും ചെയ്താൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് വഴി പരിശുദ്ധാത്മാവ് വഴി ക്രിസ്തുവിനെ ദൈവം എങ്ങനെ ഉയർപ്പിച്ചുവോ? ക്രിസ്തു ഉയർത്തു വന്നു. എങ്ങനെ ഉയർത്തു വന്നു? ഇതൊക്കെ പറയാൻ സമയമില്ല ഇവിടെ. എങ്കിലും ചുരുക്കത്തിൽ പറയാം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അയച്ച്, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മരിച്ചുപോയ യേശു ക്രിസ്തു, മരിച്ചുപോയ മനുഷ്യനായ യേശു ക്രിസ്തു ഉയർത്തു വന്നു. അപ്പോൾ യേശു ക്രിസ്തു മനുഷ്യനായ യേശുവിനെ ദൈവം ഉയർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി ശ്രദ്ധിക്കണം. നീ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആ പരിശുദ്ധാത്മാവ് വഴി ദൈവം നിന്നെ ഒരു ദിവസം ഉയർപ്പിക്കും. ആരെയാണ് ഉയർപ്പിക്കുക? ഈ രക്ഷയിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കുന്നവനാരൊക്കെയുണ്ടോ അവരെയൊക്കെ ദൈവം ഉയർത്തു വന്നതുപോലെ നിന്നെയും പിതാവായ ദൈവം നിനക്കുള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിനക്ക് ഉയർപ്പുണ്ടാക്കി തരും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, സത്യങ്ങൾ മനസ്സിലാക്കണം. ഇടപാടിൽ വെറുതെ വന്നാൽ പോരാ. സത്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ് നിന്നെ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മനസ്സിലാക്കാം. നിന്റെ ജീവിതം മെച്ചപ്പെടുത്താം, നിന്റെ കുടുംബം മെച്ചപ്പെടുത്താം, നിന്റെ പൊന്നുമക്കളെ രക്ഷപ്പെടുത്താം, നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താം. ആ മക്കളും നീയും സ്വർഗത്ത് ഒന്നിച്ചു പോകത്തക്ക രീതിയിൽ കർത്താവ് നിനക്കായി പ്രവർത്തിക്കുന്ന ഈ കാലയളവിൽ നീ മുഖം തിരിച്ചു കൊണ്ടുപോയാൽ, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നിന്നും മാറിപ്പോയാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വിട്ടുപോയാൽ, ദൈവത്തോട് സംസാരിക്കുന്നത് നിർത്തിക്കളഞ്ഞാൽ, അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്നതിന് സമമാണ്. അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നത് അഥവാ പ്രാർത്ഥിക്കുന്നത് നീ നിർത്തിയാൽ നീ തള്ളപ്പെട്ടു പോകും പാതാളത്തിൽ. യേശു ഉയർത്ത്. നീയും അതേപോലെ ഉയർത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ എങ്ങനെ ഉയർത്തു വരും? നീ നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നീ നിലയായി നിന്നാൽ, നീ ഒരു ദിവസം മരിച്ചതിന് ശേഷം യേശുവിൻ്റെ വരവിങ്കലോ അല്ലെങ്കിൽ അവസാന കാലത്തോ യേശു നിന്നെ ഉയർപ്പിക്കും. നിന്നെ അടക്കം ചെയ്ത കല്ലറ പിളർക്കും. നീ ഉയർത്തു വരും. യേശു നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകും. സ്വർഗത്തിൽ നിനക്കൊരു പങ്ക് തരും. യേശുവിനെ പോലെ നീയും ഉയർത്തു വരും. ഇതാണ് പ്രിയപ്പെട്ടവരെ യേശുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രക്ഷയും അഭിഷേകത്തിൻ്റെയും വിലയെന്നുള്ള സത്യം. പ്രിയപ്പെട്ട സഹോദരി സഹോദര, ഇനിയെങ്കിലും മനസ്സിലാക്കാൻ അമാന്തിക്കരുത്. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ലഭിക്കുന്ന ഇടപാടിൽ നിന്ന്
രക്ഷപ്പെട്ടു ഓടരുത്, രക്ഷപ്പെട്ടു എന്ന് സമാധാനപ്പെട്ട് കർത്താവിന് കീഴ്വഴങ്ങുക, യേശുവിന് കീഴ്വഴങ്ങുക, ഉയർത്ത യേശുവിന് കീഴ്വഴങ്ങുക. എങ്കിൽ നീയും യേശുവിനെ പോലെ ഒരു ദിവസം ഉയർത്തു വരും. എങ്കിൽ നീയും ഒരു ദിവസം യേശുവിനെ പോലെ ഉയർത്തു വരുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഒന്നിച്ച് കാണപ്പെടാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. வெட்டி சிறந்தார் சிலுவையிலே, வெட்டி சிறந்தார் சிலுவையிலே. துரைத்தனங்கள் அதிகாரங்கள் உறிந்து கொண்டு சிலுவையிலே வெட்டி சிறந்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். எதிரான சத்துருவின் கிரியைகளை ஆணியடித்து இல்லாமல் அகற்றிவிட்டார். நமக்கு எதிரான சத்துருவின் கிரியைகளை ஆணியடித்து இல்லாமல் அகற்றிவிட்டார். சிலுவை உபதேசம் அது தேவ வல்லமையே, சிலுவை உபதேசம் அது தேவ வல்லமையே. ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். தண்டிக்கப்பட்டார் சிலுவையிலே நமக்காக, அதனால் நாம் மன்னிக்கப்பட்டோம் இலவசமாய். தண்டிக்கப்பட்டார் சிலுவையிலே நமக்காக, அதனால் நாம் மன்னிக்கப்பட்டோம் இலவசமாய். பரிசுத்தமானோ திரு இரத்தத்தால், பரிசுத்தமானோ திரு இரத்தத்தால் ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். நமக்காக காயப்பட்டார், அடிக்கப்பட்டார், அதனால் நாம் சுகமானும் தழும்புகளால். நமக்காக காயப்பட்டார், அடிக்கப்பட்டார், அதனால் நாம் சுகமானும் தழும்புகளால். சுமந்துதித்தார் நம் பலவீனங்கள், சுமந்துதித்தார் நம் பலவீனங்கள். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். சாபமானார் சிலுவையிலே நமக்காக, சாபம் நீக்கி நம்மை எல்லாம் மீட்டு கொண்டார். சாபமானார் சிலுவையிலே நமக்காக, சாபம் நீக்கி நம்மை எல்லாம் மீட்டு கொண்டார். சுகம் செல்வம் நம் உரிமை சொத்து, சுகம் செல்வம் நம் உரிமை சொத்து. ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெயமெடுத்தார். ஜெயமெடுத்தார், ஜெயமெடுத்தார், சிலுவையிலே ஜெய
ஹalleluya, ஹalleluya, ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். ஆண்டவராகிய இயேசு இறந்தார். கல்லறையோ அவரை கட்டி காக்க முடியவில்லை. ஆண்டவர் உயிர்த்தெழுந்தார். ஹalleluya. இந்த நாள் உண்மையிலேயே எல்லா மக்களும் ஒன்று கூடி ஆண்டவரை வாழ்த்தி போற்றி ஆராதிக்க வேண்டும். அவர் செய்த நன்மை என்பது அளவிட முடியாதது, எண்ணில் அடங்காதது, கடலை விட ஆகாய மண்டலத்தை விட அகலமானது. இந்த புழுக்களுக்கொப்பான நம்மை மேலுலகம் கொண்டு போய் சேர்க்க நம் ஆண்டவராகிய பிதாவாகிய தேவன் தம் மகனையே பூமியில் கையளித்தார். பாவ தண்டனையால் நிரம்பிய பூமி, மனிதர்கள் நடப்பதும் அவர்கள் போக்கு வருத்தம் யாருக்கும் தெரியாது. மனிதனின் காலடியின் சாபம் பூமியில் பதியும். பூமி நாட்டம் எடுக்கும், துர்நாட்டம் எடுக்கும். ஆண்டவருடைய பெரிதான திட்டம் விட்டு விலகி கொண்டிருக்கும் இந்த மனித குலத்தை திருப்பிக் கொள்ள வேண்டுமென்றால் தாமே பூமியில் இறங்க வேண்டும். தன்னுடைய மகனே, பாவமில்லாத தன்னுடைய மகனை அனுப்பி வைத்தார் ஆண்டவர். அந்த மகனால் சிலுவை மரணத்தால் ஆண்டவராகிய இயேசுவின் பாடுகளால் இந்த கொடுமையான பாவத்தின் சிட்சை ஆண்டவர் அகற்றினார். மரண தண்டனையை நீக்கினார். அவருடைய காயங்களாலே இந்த உலகத்திற்கு விடுதலை அளித்தார். நீங்கள் எல்லா நாளிலும் திருப்பலியில் கேட்பதுண்டு, உலக பாவங்களை போக்கும் சர்வேஸ்வரன் செம்மறி எங்கள் மேல் இரக்கமாயிரும். எந்த ஒரு மனிதனும் சொல்லக்கூடியவர்களோ கேட்பவர்களோ யாருக்குமே புரியவே புரியாது. இந்த ஒரு வசனம் கேட்டாலே போதும், உலகின் பாவங்களை போக்க வந்த ஆண்டவர் இயேசு, உலகின் பாவங்களுக்காக சிலுவையில் அறையப்பட்ட ஆண்டவர் இயேசு, நம்முடைய எல்லா ஊர்களுமே அதற்கு மேலாக உலகத்தின் எல்லா பாகங்களிலும் 140 கோடிக்கு மேல் எல்லோருமே கிறிஸ்தவர்கள். ஆனால் யாரும் ஆண்டவராகிய இயேசுவை சொந்த இரட்சகராக ஏற்றுக்கொண்டவர்கள் அல்ல. ஆண்டவரே நமக்காக வந்து இறந்தார், அதுவும் அவர்களுக்கு தெரியாது, புரியாது. இறந்த இயேசு நமக்காக இறந்தார், உனக்காக இறந்தார். நீ மேலுலகம் போக கடவுள் உனக்காக இறந்தார். நீ மேலுலகம் உன்னை கொண்டு போக ஆண்டவராகிய கடவுள் தம் மகனையே அழித்து விட்டார். இதற்கு மேல் ஆண்டவர் இந்த மனுக்குலத்திற்காக என்ன செய்ய முடியும்? சிந்தித்து பாருங்கள். ஆண்டவராகிய கடவுள் பிதாவாகிய தேவன் தன் உயிராகிய மகனை ஒப்புவித்தார். இதற்கு மேல் இந்த மனுக்குலத்தை மீட்பதற்காக, மீட்டு ரட்சிப்பதற்காக என்ன செய்ய வேண்டும்? இரண்டாவது, நாம் எப்படி இருந்தால் நமக்கு மேலில் ஒரு இடம் கிடைக்கும்? நாம் எப்படி வாழ வேண்டும்? பணத்துக்காக அல்ல, பண ஆசை கொண்டல்ல, உலகத்தின் உணவுகளுக்காக அல்ல. அருமையானவர்களே, நாம் வாழ்வது ஆண்டவருக்காக, நாம் அவருக்காக வாழ வேண்டிய மக்கள். 140 கோடியா? இல்லை. உங்களை நோக்கி கூற முடியும், நீங்கள் இன்னும் மாற்றமடைய வேண்டும். ஒரு குடிகாரன் உள்ளே வரக்கூடாது.
தீங்கான பாவம் செய்பவர்கள் இந்த ஸ்தாபனத்துள் வரக்கூடாது. அது கண்டிப்பான காரியம். கடவுளோடு ஒப்புரவாகும் ஒரு நிலை. நான் அவரோடு, அவர் என்னோடு, நான் ஆண்டவரோடு, அவர் எனக்குள்ளே இருக்கிறார். நாங்கள் இருவர் அல்ல ஒன்றாய், நாங்கள் இருவர் அல்ல ஒன்றாய் வாழ்கிறோம். ஹல்லேலூயா. நாங்கள் 2 பேர் அல்ல, என்னை கொண்டு போக வேண்டியவர் எனக்குள் இருக்கிறார். அதான் பெரிய காரியம். என்ன மேலுலகம் கொண்டு போக வேண்டிய சக்தியான கடவுளின் ஆவியானவர் எனக்குள்ளே தங்கி இருக்கிறார். நேரம் வரும்போது என் உடலை விட்டு என் ஆத்துமா பிரியும். இந்த சரீரம், எல்லோரும் சொல்லுவார்கள் இறந்து போனார்கள், இறந்து போனார்கள், செத்து போனார்கள். நேரம் வந்தபோது, ஆத்மாவுக்குரிய கால நேரம் சரியான போது மரணம் வந்தது. ஆத்மா சரீரத்தை விட்டு பிரிந்தது. உடலை அடக்கம் பண்ணினார்கள். நன்மை செய்த சரீரம் என்றால் ஆத்மா மகிழ்ந்து போற்றும். தீமையாக வாழ்ந்த சரீரம் என்றால் ஆத்மா துக்கப்பட்டு அழும். வேதனையோடு அந்த கல்லறையின் பக்கத்தில் நின்று கொண்டே இருக்கும். அது அழுது கொண்டே இருக்கும். என்னை கடவுள் உனக்குள் வைத்தாரே, நீ செய்த பாவத்தால் நான் இதோ நரகம் போக தண்டனை பெற்றிருக்கிறேன் என்று சொல்லி ஆத்மா அழும். அருமையானவர்களே, ஆண்டவர் இயேசுவும் சிலுவை மரணமும் என்பது விளையாட்டுக்குரியதல்ல. உலகத்தின் உணவு நம்மை மேலே கொண்டு போய் சேர்க்காது. உலகத்தில் உள்ள செல்வமோ சுகமோ சந்தோஷமோ தொழிலுக்கேற்றவாறு போட்டோ வளங்களோ வேலை வாய்ப்புகளோ வெளிநாடோ எதுவும் மேலே கொண்டு போகாது. கோடி கோடி சேர்ப்பவர்களுக்கும் அந்த கோடியை கொண்டு போக முடியாது. உனக்குள்ளேயே, அதான் பெரிய பாயிண்ட், உனக்குள்ளேயே உங்களுக்குள்ளேயே கடவுள் வீட்டிருக்கிறார். ஹல்லேலூயா. எதற்காக? நேரம் வரும்போது உன் ஆத்மாவோடு மேலுலகம் செல்வதற்காக. ஹல்லேலூயா. மதலன் மரியாள் பாவியாயிருந்த பெண் ஆண்டவராகிய இயேசுவை சந்தித்து பாவ மன்னிப்பு பெற்று ஆண்டவரோடு சஞ்சரித்து கொண்டிருந்த ஒரு பெண், லாசரின் சகோதரி. இறந்த லாசருவை ஆண்டவர் 4ஆவது நாளில் உயிர்ப்பித்தார். ஆண்டவர் இறந்து உயர்த்த நாளில் அவள் பொறுக்க முடியவில்லை. ஆண்டவர் இறந்து போனாரே, என்னை விட்டவர் சென்று விட்டாரே, இது நான் எப்படி அவரை காண முடியும்? ஹல்லேலூயா. ஆண்டவரோடு கூடிய உறவு அதுதான். தேவைக்கு அல்ல ஆண்டவர். 2 மாதம் கடலில் சென்று விட்டு வந்து ஒரு ஆராதனையில் கலந்து விட்டு சென்றால் போதும், எல்லாமே முடிந்துவிடும். அது அல்ல, நீ அவரோடு கூடவே வாழ வேண்டும். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவராகிய கடவுளுடைய மேலான செயல்கள் இவை எல்லாமே ஆண்டவருடைய பெரிய காரியங்கள். லாசரின் சகோதரி கல்லறை முன்னால் நின்று மதலன் மரியாள் அழுது புலம்பிக் கொண்டே இருந்தார். ஆண்டவர் இயேசு அவளுக்கு காட்சியளித்தார். முன்னால் தோன்றினார். வேகமாய் சென்று ஆண்டவரோடு அவள் கேட்கிறார், வேலையாளன்று எண்ணி என் ஆண்டவரை காணோமே, என் ஆண்டவரை எடுத்து எங்கே கொண்டு வைத்தீர்? ஹல்லேலூயா. ஆண்டவருடைய அந்த ஒரு பெரிதான தேக்கம், என் ஆண்டவரை காணோமே, என் ஆண்டவரை காணோமே, என் ஆண்டவரை காணோமே, என் ஆண்டவரை காணோமே. ஆண்டவர் அவளை கூப்பிட்டார், மரியே. ஹல்லேலூயா, ஹல்லேலூயா.
மரியே என்று கூப்பிட்டால் அவளுக்கு தெரியும், இவர்தான் என்னுடைய ஆண்டவர். ஹல்லேலூயா. மரியே என்று கூப்பிட்ட போது ஓடி கட்டி அரவணைக்க சென்றாள். ராபுனி, போதகரே போதகரே என்ற அழுகையோடு அழைத்தார். அருமையானவர்களே, ஆண்டவர் சொன்னார், நீ புறப்பட்டு போ, நீ புறப்பட்டு சென்று அங்கே இருக்கிற அப்போஸ்தலர்களோடு உயர்த்தேன் என்பதை தெரியப்படுத்த வேண்டும். நான் என் தந்தையிடம் செல்கிறேன் என்றார். ஹல்லேலூயா. நான் என் தந்தையிடம் செல்கிறேன். அவர்களிடம் நீ கூற வேண்டியது, உங்கள் தந்தையும் கடவுளுமானவரிடம். ஆண்டவர் இயேசு கூறுகிறார், என் தந்தையும் கடவுளுமானவரிடம், உங்கள் தந்தையும் கடவுளுமானவரிடம் நான் புறப்பட்டு செல்கிறேன் என்பதை அவர்களுக்கு தெரியப்படுத்த என்று சொன்னார் ஆண்டவர். ஹல்லேலூயா. உயர்த்த இயேசு 2000 ஆண்டாக பரலோகத்தில் தந்தையின் வலப்பக்கத்தில் வீற்றிருக்கிறார். உயர்த்த இயேசு 2000 ஆண்டாக 2000 வருடங்களாக உயர்த்த ஆண்டவர் பரலோக ராஜ்யத்தில் தந்தையின் அரியணைக்கு முன்னால் வீற்றிருக்கிறார். எப்போது பூமியில் வந்து, பூமியில் அல்ல, பரலோகத்தின் ஆகாயத்தின் அடித்தட்டில் அவர் கடந்து வரும்போது பூமியிலிருந்து, பூமி முழுமையாக பூமியிலிருந்து ஒரு ஜனம், ஒரு பரிசுத்த ஜனம் மேலே எடுத்து கொள்ளப்படும். ஹல்லேலூயா. அது எப்போது எண்டு ஆண்டவர் இயேசுவுக்கு தெரியாது. இது எப்போது நடக்கும் தெரியாது. ஆனால் 2000 ஆண்டுகளாக ஆண்டவர் இயேசு அரியணையின் முன்னால் ஆண்டவரின் வலப்பக்கத்தில் காத்திருக்கிறார். ஹல்லேலூயா. ஆண்டவருக்கு நன்றி சொல்லுவோம். உங்கள் எல்லோருக்கும் இந்த மகத்தான நமக்காக இறந்தார் ஆண்டவர், அவர் உயர்த்தெழுந்தார். ரொம்ப மகிழ்ச்சியோடு சந்தோஷத்தோடு நீங்கள் உங்கள் குடும்பங்களில் எல்லாரும் ஒன்றித்திருந்து நீங்கள் அந்த நாளை கொண்டாடலாம். ரெண்டாவதாக நீங்கள் சமாதானத்தோடு இருக்கணும். ஆண்டவர் சொன்னார், கடைசியாக நான் சமாதானத்தை உங்களுக்கு விட்டு செல்கிறேன். நான் தரும் சமாதானம் உலகம் உங்களுக்கு தர முடியாது. சமாதானத்தை உங்களுக்கு விட்டு செல்கிறேன். அதனுடைய உள்ளந்தரமான அர்த்தம் என்னவென்றால், பிள்ளைகள் ஒவ்வொருவரும் ஒவ்வொரு மனநிலையோடு இருப்பார்கள். மனைவி கணவனும் ஒன்றித்து ஒரு நிலையாக இருப்பது கூட சுருக்கம். ஆனால் சமாதானம் உண்டென்றால், உங்களுக்குள் சமாதானம் குடியிருந்தால், கணவன் மனைவி குழந்தைகள் ஒன்றித்து ஒரு நிலையாய் மகிழ்ச்சியோடு வாழ முடியும். அந்த இல்லத்தில் பிசாசு நுழைய முடியாது. அந்த இல்லத்தில் தந்திரசாலியாக எதுவும் நுழைய முடியாது. நீங்கள் பரீட்சை பண்ணலாம், நீங்கள் ஆண்டவரை சோதிக்கலாம். நீங்கள் நன்றாய் இருந்தால் தலைவலி வராது. நீங்கள் நன்றாய் ஆண்டவரோடு இருந்தால் ஒரு காய்ச்சல் வராது, துன்பம் வராது, கஷ்டம் வராது, பணத்தேவைகள் நடக்கும். ஆண்டவர் எல்லாமே உங்களுக்காக செய்து முடிப்பார். எல்லோரும் முழங்கால் படியிடுவோம். உம்முடைய உன்னத வல்லமை மக்களை நிரப்பும்படியாய் ஜெபிக்கிறேன். உன்னத வல்லமை மக்களை நிரப்பும்படியாய் ஜெபிக்கிறேன். ஆசீர்வதிக்கும்படியாய் 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 ஜெபிக்கிறேன். Praise the Lord, glory to Lord. ஆண்டவரே, கர்த்தாவே, பிதாவே, இந்த மக்களுக்கு குடும்பங்களுக்கு முழுமையான விடுதலை கட்டளையிடுகிறேன். ஆண்டவரே, ஆண்டவராக இயேசு கிறிஸ்துவின் நாமத்தில் விடுதலை கட்டளையிடுகிறோம். ஆண்டவராக இயேசு கிறிஸ்துவின் நாமத்தில் விடுதலை கட்டளையிடுகிறோம். ஆண்டவராக இயேசு கிறிஸ்துவின் நாமத்தில் விடுதலை கட்டளையிடுகிறோம்.
ஆண்டவராக இயேசு கிறிஸ்துவின் நாமத்தில் விடுதலை கட்டளைகிறோம். உயர்த்த ஆண்டவரின் நாமத்தில் ஜெபிக்கிறோம். உயர்த்த ஆண்டவர் இயேசு கிறிஸ்துவின் 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 நாமத்தில் மண்டாடுகிறோம். விடுதலை கட்டளையிடுகிறோம். விடுதலை கட்டளையிடுகிறோம். விடுதலை கட்டளையிடுகிறோம். விடுதலை கட்டளையிடுகிறோம். சுகத்தை கட்டளையிடுகிறோம். விடுதலை கட்டளையிடுகிறோம். மக்கள் படிப்பில் முன்னேறும்படியாக ஜெபிக்கிறேன். வேலை வாய்ப்புகள் கிடைக்கும்படியாக ஜெபிக்கிறேன். தொழில் முன்னேறும்படியாக ஜெபிக்கிறோம். பரிபூர்ண சுகத்தை கட்டளையிடுகிறேன். பிரைஸ் தி லார்ட். glory to Lord. glory to Lord. praise the Lord. glory to Lord. glory to Lord. praise the Lord. glory to Lord. ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன்ப்பா. ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன் ஆண்டவரே. ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன் ஆண்டவரே. ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன் ஆண்டவரே. ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன். ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன். ஆசீர்வதிக்கும்படியாக ஜெபிக்கிறேன். கொழுப்பு நிறைந்த இறைச்சி, வடிகட்டி சுத்தம் செய்த திராட்சை ரசம் இந்த பந்தியிலேயே பரிமாறப்படும் என்று சொன்னவரே, ஆண்டவரே மக்கள் மேலே ஓட்டும்படியை ஜெபிக்கிறேன். நிரப்பும்படியை ஜெபிக்கிறேன். நிரப்பும்படியை ஜெபிக்கிறேன். நிரப்பும்படியை ஜெபிக்கிறேன். நிரப்பி 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 நிரப்பும்படியை ஜெபிக்கிறேன் ஆண்டவரே. ஆசீர்வதியும் ஆண்டவரே. ஆசீர்வதியும். ஆசீர்வதியும். சேனைகளின் ஆண்டவரே ஆசீர்வதியும். 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 எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளு நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. என் முழுள்ளமே உன்னுடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமேன். ஆமேன். ஹல்லேலூயா. 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 தேங்க்யூ ஃபாதர். நன்றி ஆண்டவரே. கோடி கோடி நன்றிப்பா. நன்றி.